അച്ഛാ നീ ഇതെങ്ങോട്ടാണ്? കടയിൽ പോവാ പാല് വാങ്ങാൻ. ശരി, ആയിക്കോട്ടെ. മോളിക്കുട്ടി, മോളെ, പേപ്പറൊന്നും വന്നില്ലേ? ഇവന്മാരുടെ ഒരു കാര്യം, രാവിലെ വരേണ്ട പത്രം അന്തിപ്പത്രമായിട്ട് കൊണ്ടുത്തരും. ഓ, എന്നാ പറയാനാ. ആ, എല്ലാരും ഉണ്ടല്ലോ ഇന്ന്. ചീനി അവിടെ ഒടിഞ്ഞു കിടക്കുന്നു. ഇതുങ്ങളൊക്കെ ആരോട് പറയാനാ? ജോൺസൺ അച്ചായോ? ആ, അച്ഛോ ഈശോമിശിയായിക്ക് സ്തുതിയായിരിക്കട്ടെ. അച്ഛനെന്താ രാവിലെ ഈ വഴി? ഒന്നുമില്ല, വെറുതെ ഇതുവഴി പോയപ്പോ കേറിയതാ. എന്നാ ബാ. രാവിലെ തന്നെ ദേ അച്ഛൻ വന്നിട്ടുണ്ട്. എന്തിനുള്ള പുറപ്പാടാന്ന് ആർക്കറിയാം. എവിടെ? ഇങ്ങോട്ട് വന്നേ. എല്ലാം ദൈവാനുഗ്രഹത്താൽ നന്നായിട്ട് പോകുന്നില്ലേ? ആ, കുഴപ്പമില്ല, പോകുന്നു വെച്ചു. കുറെ നാളായല്ലോ അച്ഛനെ കണ്ടിട്ട്. എന്താന്നറിയില്ല, മനസ്സിനൊരു സന്തോഷമില്ല അച്ചു. അതെന്താ അച്ചായ? അച്ചായൻ ഭാഗ്യവാനല്ലേ. നല്ല മിടുക്കന്മാരായ 8 ആൺമക്കൾ, അതിൽ 7 പേരും ഗൾഫില്. ഇളയവൻ ബെന്നിച്ചന്റെ കൂടെ സന്തോഷമായിട്ട് കഴിയുന്നു. ബെന്നിച്ചൻ നന്നായിട്ട് നോക്കുന്നില്ലേ അച്ചായ? ഉണ്ടേ, ഉണ്ട്, നന്നായിട്ട് നോക്കുന്നുണ്ട്. എന്താ അച്ചായ ആലോചിക്കുന്നത്? അല്ല, നോക്കുന്ന കാര്യത്തെക്കുറിച്ച് ആലോചിക്കായിരുന്നേ. ഉറക്കത്തിൽ പോലും അവൻ നല്ല നോട്ട. അല്ല അച്ചു, ഈ ദാനം ചെയ്യുന്നത് മനോനില തെറ്റിയവരാണ്. ഒരിക്കലുമല്ല. അച്ചായനെ പോലെയുള്ളവർ ദാനം ചെയ്യുന്നത് കൊണ്ടാണ് അനാഥർ സംരക്ഷിക്കപ്പെടുന്നത്. മകന്റെ ഭാര്യ പറഞ്ഞതാ മകനോട്, എൻ്റെ മനോനില തെറ്റിയതാണെന്ന്. അതുകൊണ്ടാ ഞാനിതൊക്കെ ചെയ്യുന്നതെന്ന്. അതേ അച്ഛ. എൻ്റെ ഈശോയെ. അതൊക്കെ പോട്ടെ അച്ചായ, എല്ലാം ശരിയാവും. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് ഇറങ്ങട്ടെ. ഇല്ലച്ചോ, കാപ്പ് കുടിച്ചിട്ട് പോവാം. എനിക്കിനി 2-3 വീടുകൾ കൂടി പോവാനുണ്ട്. എല്ലാം നമ്മുടെ മക്കൾക്ക് വേണ്ടിയല്ലേ. എന്നാ പിന്നെ ആയിക്കോട്ടെ. എന്നാ ശരി അച്ചു. എന്തൊരു ചൂടാ. ഈശോയെ. എടാ, നിന്റെ ഭാര്യയ്ക്ക് ഈ പറമ്പിലൊരു കാന്താരിച്ചെടി ചെറിഞ്ഞു കിടന്നാലേ അതൊന്ന് നൂർത്തു വെക്കാൻ ഇവക്ക് സമയമില്ലല്ലോടാ. അപ്പ അത് പിന്നെ പറമ്പിപ്പണിക്ക് വെക്കാനല്ല. ബെന്നി, ഇന്ന് എന്താടാ നിനക്ക് പരിപാടി? കൊല്ലപ്പള്ളിയിൽ ഒരു കടയ്ക്ക് ഇന്ന് അഡ്വാൻസ് കൊടുക്കണം. നമ്മുടെ സ്റ്റോക്കൊക്കെ അവിടെ വെച്ചാ സാധനം വാങ്ങാൻ വരുന്നവർക്ക് എളുപ്പമായിരിക്കും. അപ്പൻ ഇതെങ്ങോട്ടാ? എനിക്ക് ട്രസ്റ്റിന്റെ ഒരു മീറ്റിംഗ് ഉണ്ട്, അതിന് പോണം. ഇനി എന്തൊക്കെ ഒപ്പിച്ചോണ്ടാണോ വരാൻ പോണേ? എന്തോ നീ വല്ലതും പറഞ്ഞായിരുന്നോ? ഒന്നുമില്ല. ഓ.
ആ അച്ചായം വന്നിട്ടോ. എല്ലാരും ഇരി ഇരി. ആ, എന്താ നമ്മുടെ ഇന്നത്തെ അജണ്ട? നമ്മൾ പ്ലാൻ ചെയ്തിരുന്ന കിഡ്നി ട്രാൻസ്പ്ലാന്റിൻ്റെ ഡോണേഴ്സൊക്കെ റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് അതിനുള്ള ഫണ്ട് വേണം. അപ്പോൾ അതിൻ്റെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ നമ്മൾ ഈ മീറ്റിംഗ് കൂടിയിരിക്കുന്നത്. നമ്മുടെ മെയിൻ അജണ്ട അതാണ്. അതിന് മൊത്തം എന്നാ ചിലവ് വരും അച്ചോ? എല്ലാം കൂടെ 16 ലക്ഷം രൂപ വരും. ഓ അത്രയും വരുമോ? 5 പേരെ ശസ്ത്രക്രിയ നടത്തേണ്ടതല്ലേ. ഓ ഇപ്പം നമ്മുടെ എത്ര ഉള്ളത്? ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഒരു 3 ലക്ഷം രൂപ വരും. അതുകൊണ്ട് ഇപ്പം എന്നാകാനോ? എൻ്റെ കയ്യിലൊരു 3-4 സ്പോൺസേഴ്സ് ഉണ്ട്. മാക്സിമം ഒരു 3 ലക്ഷം രൂപ വരെ കിട്ടും. അതുകൊണ്ടൊന്നും ആവുന്നില്ലല്ലോ, പിന്നെ കിടക്കുമല്ലേ 10 ലക്ഷം രൂപ. ഈ 10 ലക്ഷത്തിന്റെ കാര്യം ഓർത്ത് നിങ്ങൾ ആരും വിഷമിക്കണ്ട. ആ 10 ഞാൻ തരാ വെച്ചു. അപ്പം പിന്നെ എല്ലാം ഓക്കെ. അപ്പൻ. ഹലോ മോനെ ബെന്നി, നീ എവിടെ ഇപ്പൊ? ഞാൻ കാലത്ത് പറഞ്ഞില്ലായിരുന്നോ ആ. ഒരു കടയെടുക്കുന്ന കാര്യം? ഉം. അതിന്റെ വിലയുടെ കാര്യം സംസാരിച്ചോണ്ടിരിക്കുക. ആട്ടെ, നീ അവർക്ക് അഡ്വാൻസ് കൊടുത്തോ? ഇല്ലപ്പാ, ഒന്നുകൂടെ പിടിച്ചാ വില ഇങ്ങോട്ട് താഴും. എന്നിട്ട് കൊടുക്കാന്നാ തീരുമാനിച്ചത്. എന്നാ നീ ഇന്ന് അഡ്വാൻസ് കൊടുക്കണ്ട. ഏ? ആ, അഡ്വാൻസ് ഒന്നും കൊടുത്തില്ലേ കച്ചവടം നടക്കില്ലപ്പാ. സാരമില്ല. അത് നടക്കില്ലെങ്കിൽ വിടുമോനെ, നമുക്ക് വേറെ ഉണ്ടാക്കാന്നേ. വേറെ അന്വേഷിക്കാമല്ലോ. അപ്പൊ അത് പിന്നെ എടാ മക്കളെ, അപ്പം പറയുന്നത് നീ കേക്ക്. നീ അഡ്വാൻസ് കൊടുക്കാനായിട്ട് എത്രയാ കരുതിയിരിക്കുന്നേ? 12 രൂപ. എന്നാൽ അതിലൊരു 10 രൂപ ട്രസ്റ്റിന്റെ അക്കൗണ്ടിലേക്ക് ഇട്. നീ ഓപ്പറേഷത്തിന്റെ കാര്യത്തിനാ മോനെ. മോനെ ബെന്നി, ഇവിടെ തന്നെ ഉണ്ടപ്പാ. എന്നാ പൈസ അക്കൗണ്ടിലേക്ക് ഇട്ടിട്ട് ഒന്ന് വിളിക്കണം കേട്ടോ. ഓ കേട്ടു. ഹലോ ബെന്നി, ബെന്നി. ഓ, ഇഷ്ടമായില്ലെന്നാ തോന്നുന്നേ. എനിച്ചേട്ടാ അവരോട് പറഞ്ഞ സെറ്റാക്കി. അവർ പറഞ്ഞ അഡ്വാൻസ് കൊടുക്കുവാണെങ്കിൽ ഇപ്പൊ സെറ്റാ. എന്നാ പറ്റും ചേട്ടാ? മണി ഈ കച്ചവടം നടക്കാല. അയ്യോ അതന്നെ. അഡ്വാൻസ് കൊടുക്കാൻ വെച്ച കാശെടുത്ത് ആർക്കാണ്ട് ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി കൊടുക്കാൻ അപ്പം പറഞ്ഞേക്കുക. അയ്യോ ഞാനിനി അവിടെ എന്നാ പറയും? നീ അവരോട് എന്തെങ്കിലും ഒഴിവുകൾ പറഞ്ഞ് ഒഴിവാകാൻ നോക്ക. ഞാൻ പോവാ. അയ്യോ ബെനിച്ചേട്ടാ അങ്ങനെ പോവല്ലേ, എന്റെ കമ്മീഷൻ തന്നിട്ട് പോവോ? അപ്പൻ ഇതെന്നാ ഭാവിച്ചോണ്ട കടയ്ക്ക് അഡ്വാൻസ് കൊടുക്കാൻ വെച്ചിരുന്ന കാശ ആരാണ്ട് ഓപ്പറേഷനാന്ന് പറഞ്ഞ ട്രസ്റ്റിലേക്ക് സംഭാവന ചെയ്തു. ഇങ്ങനെ പോയാൽ ഞാൻ വല്ലതും ചെയ്യും. അപ്പനോട് എല്ലാം പറയാനുണ്ട് മക്കളെ എന്ന് അപ്പനോട് പറ. അല്ലാതെ എന്നെ മെക്കിട്ട് കയറിട്ട് യാതൊരു കാര്യമില്ല. ഇതിപ്പോ ആദ്യമായിട്ടാ. എന്റെ ബെന്നിച്ച, ഇന്ന് വൈകുന്നേരം തന്നെ നിങ്ങൾ അപ്പനോട് കാര്യം പറ. ഞാനും കൂടെ നിൽക്കാം. ഇപ്പൊ കേറുക. അപ്പനോട് എനിക്ക് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എന്താ മക്കളെ? അപ്പൻ ഇതെന്നാ ഭാവിച്ചോണ്ടാ എന്ത്? ചാരിറ്റി എന്നും പറഞ്ഞ് പൈസ ചെലവാക്കുന്ന ഈ പരിപാടി അപ്പൻ അങ്ങോട്ട് നിർത്തണം. നിങ്ങളുടെയൊക്കെ വീതം കൃത്യമായിട്ട് ഞാൻ എല്ലാവർക്കും വീതിച്ച് തന്നിട്ടില്ലേ? ഇതേ എൻ്റെ കയ്യിലിരിക്കുന്ന പൈസയാ, ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ പൈസയാ. അതിനകത്ത് ആരും കൈകടത്തണ്ട. അതെൻ്റെ ഇഷ്ടം പോലെ എന്ത് വേണം ഞാൻ ചെയ്യും. മനസ്സിലായോ? അപ്പാ, ഇനി 10ന്റെ പൈസ ഇത് കൂട്ട് പരിപാടിക്ക് എന്റെ കയ്യിൽ നിന്ന് കിട്ടില്ല. വാടി. ഇതൊക്കെ കാണാനും കേൾക്കാനും എന്റെ കൂടെ നീ ഇല്ലാതെ പോയല്ലോ മോളെ. അപ്പച്ചനെ കാണുന്നില്ലല്ലോ. കാണാനില്ല. ആദ്യം ചിലപ്പോ നടക്കാൻ പോയിട്ട് വന്നു കളയാ. നീയാ ഫോണിൽ കിട്ടും.
ദേ അപ്പാപ്പന്റെ ഫോൺ ഇവിടെയുണ്ട്. അപ്പൻ ഈ ഫോണില്ലാതെ എവിടെ പോയതാ? ബെന്നിച്ച പോളങ്കിളിനെ ഒന്ന് വിളിച്ച്. പോളങ്ങളെ എടി അപ്പനൊന്നും നടക്കാൻ പോയിട്ടില്ലെന്ന്. ചേച്ചി നമുക്ക് പോലീസിലൊന്ന് വിളിച്ചാലോ? ബെന്നിച്ച, നീ പേടിക്കണ്ട. ജോൺസൺ ഇവിടെ ആശാലയത്തിലുണ്ട്. ആണോ ഫാദർ? ഞാൻ ഇപ്പൊ തന്നെ അങ്ങോട്ട് വരാം. എടി അപ്പൻ ആശാനിലയത്തിലുണ്ട്. ആ മോൻ ചെല്ല്. സ്തുതിയായിരിക്കട്ടോ. ഇപ്പോഴും എപ്പോഴും അപ്പൻ സ്തുതിയായിരിക്കട്ടെ. എവിടെ? വാ, അപ്പൻ അകത്തുണ്ട്. എല്ലാവരും ഒത്ത് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക. ബെന്നി, ഈ കാണുന്ന മുറികളിൽ പകുതിയും ജോൺസൺ അച്ചായന്റെ സംഭാവനയാണ്. അച്ചായനെ പോലെയുള്ളവരുടെ സംഭാവനകൾ കൊണ്ടാണ് ഈ മക്കൾ ജീവിച്ചു പോകുന്നത്. ഇതൊന്നും പറഞ്ഞാൽ നിനക്ക് മനസ്സിലാകത്തില്ല. നീ വാ. ബെന്നി ഇരിക്കുക. എനിക്ക് നിന്നോട് ചിലത് പറയാനുണ്ട്. ബെന്നി, മനുഷ്യജീവിതം ധന്യമാകുന്നത് സമ്പത്ത് കൊണ്ടല്ല. നിന്നേക്കാൾ കൂടുതൽ നിന്റെ അപ്പനെ എനിക്കറിയാം. മണ്ണിനെയും മനുഷ്യനെയും ഒരുപോലെ സ്നേഹിക്കുന്നവൻ. അല്ല അച്ഛാ, ഞാൻ ഓരോ ആവശ്യത്തിന് വെച്ചിരിക്കുന്ന കാശെടുത്ത്. ബെന്നി, നിന്റെ അപ്പന് ബാങ്കിൽ ഒരു അക്കൗണ്ട് പോലും ഇല്ലാത്തത് നിന്നോടുള്ള സ്നേഹവും വിശ്വാസവും കൊണ്ടാണ്. അതുകൊണ്ടാണ് അപ്പൻ ആ പൈസയെല്ലാം നിന്റെ അക്കൗണ്ടിൽ ഇട്ടിരിക്കുന്നത്. അപ്പം കാണുന്നവർക്കെല്ലാം വാരി കോരി കൊടുക്കാൻ തുടങ്ങിയിട്ട് കാലം എത്രയാണെന്നറിയോ? എടാ ബെന്നി, നിന്റെ ഒന്നും ചില്ലിക്കാശ് പോലും നിന്റെ അപ്പന് വേണം. നിന്നേക്കാൾ കൂടുതൽ നിന്റെ അപ്പനെ എനിക്കറിയാം. സ്വന്തമായി കൃഷി ചെയ്തും അധ്വാനിച്ചും ഏറെ സമ്പാദിച്ച വലിയൊരു മനുഷ്യൻ. അച്ചായന്റെ ഉയർച്ചയ്ക്ക് മുഖ്യ കാരണം ഈ ദാനധർമ്മമാണ്. അതൊക്കെ ശരിയാണച്ചോ, പക്ഷേ ഒരു പക്ഷേയുമില്ല. ഇനി തിരിച്ചു വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാം അവസാനിപ്പിച്ചിട്ട് ഇങ്ങോട്ട് വന്നതാന്നാ എന്നോട് പറഞ്ഞത്. ഭക്ഷണം കഴിച്ചിട്ട് നിൽപ്പുണ്ട്. നീ ഒന്ന് ശ്രമിച്ചു നോക്ക്. അച്ചായൻ അവിടെ ഇരിപ്പുണ്ട്. എന്നല്ലേ നിങ്ങൾ ചെല്ല്. ഞാനേ എൻ്റെ മക്കൾ വരുന്നു. നിങ്ങൾ അങ്ങോട്ട് വന്നേക്കാം. ചെല്ല് ചെല്ല്. അപ്പൻ എന്നാ പണിയായി കാണിച്ചേ? രാവിലെ കാണാതായപ്പോൾ ഞങ്ങൾ ആകെ പേടിച്ചു. മോനെ, ഒരു ദിവസം നമ്മളെല്ലാവരും ഇവിടുന്ന് പോകും. ഞാൻ പോന്നപ്പം എൻ്റെ ശരീരം കൂടെ കൊണ്ടുവന്നേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അപ്പം നിർത്തിക്കേ. സംസാരമൊക്കെ നമുക്ക് വീട്ടിൽ ചെന്നിട്ടാകാം. ബെന്നി മോനെ, ഇന്നലെ നീ പറയുന്നത് അക്ഷരം പ്രതി മുഴുവൻ ഞാൻ കേട്ടില്ലേ? ഇന്ന് ഞാൻ പറയുന്നത് നീ ഒന്ന് കേട്ടെ. വീട്ടിലേക്ക് ഞാൻ തിരിച്ചു വന്ന ഓരോ ആവശ്യം പറഞ്ഞ് പലരും വരും. അവരെയൊക്കെ ഞാൻ സഹായിക്കുകയും ചെയ്യും. നിങ്ങൾക്കൊക്കെ അതൊരു വലിയ ബുദ്ധിമുട്ടാകും. പക്ഷേ അപ്പ ബെന്നി, നിന്റെ മനസ്സിൽ കള്ളത്തരമില്ലാത്തത് കൊണ്ട് നീ അപ്പപ്പോട് തുറന്നു പറയുന്നതാണ്. പക്ഷേ നിന്റെ കൂടപ്പറപ്പും ഭാര്യയും അതുപോലെയല്ല. ഞാൻ അവർക്കൊരു ബാധ്യതയായി കഴിഞ്ഞു. പിന്നീട് നിനക്ക് ഞാനൊരു ബാധ്യതയായി വരുമ്പോഴേ. അതുകൊണ്ട് തൽക്കാലം ഞാൻ ഇവിടെ തന്നെ നിൽക്കാനാ എൻ്റെ തീരുമാനം. പിന്നെ എനിക്ക് നിങ്ങളെ കാണണമെന്ന് തോന്നുമ്പോൾ ഞാൻ അങ്ങോട്ട് വരും. ഇപ്പം നിങ്ങൾ ചെല്ല്. എന്നെ കാത്ത് അവിടെ കുറച്ച് പേര് നിൽപ്പുണ്ട്. അപ്പോൾ അവരുടെ അടുത്തൊന്ന് ചെല്ലട്ടെ. അപ്പാപ്പ, ഞാൻ വരാം മോനെ. കിച്ചുമോനെ വരാടാ. അപ്പം വരാടാ.